ചില തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണ് അല്ലേ? അവ നമ്മുടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ മാത്രമല്ല, നമ്മൾ ആരാണെന്ന് തന്നെ നിർവചിക്കും. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നിങ്ങൾക്ക് ജയിക്കണം, പക്ഷെ ആ വിജയത്തിന്റെ വില നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരുമാണെങ്കിലോ? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കഥയുടെ കാതൽ. ഇതിനൊരു എളുപ്പമുള്ള ഉത്തരം ശരിക്കുമില്ല. ഒരു വീരനായകന്റെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. പറയാൻ വന്ന ആ സത്യത്തിന്റെ ഭീകരതയിൽ ആ വാക്കുകൾ പാതിവഴിയിൽ നിന്നുപോയി. ശരി, നമുക്ക് തുടങ്ങാം. എന്തായിരുന്നു ആ പാതിയിൽ മുറിഞ്ഞുപോയ വാചകത്തിന്റെ ഞെട്ടിക്കുന്ന ബാക്കി ഭാഗം? നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പൊ നമ്മുടെ ആദ്യ ഭാഗം ഇതാണ്: പൂർത്തിയാക്കാത്ത ഒരു വാചകം. ഇവിടെയാണ് അർജുനൻ ആ വാക്കുകൾ പൂർത്തിയാക്കുന്നത്. അതോടൊപ്പം ആ ഭീകരമായ സത്യവും പുറത്തുവരുന്നു. കണ്ടോ, ഇതാണ് ആ വാചകത്തിന്റെ ബാക്കി. ആർക്കു വേണ്ടിയാണോ ഞാൻ ഈ യുദ്ധം ജയിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ തന്നെയാണ് എന്റെ മുന്നിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവാണിവിടെ. ഈ സംസ്കൃത വാക്കുകളുടെ ഒരു ശക്തി നോക്കൂ. അമൂഹ എന്ന് വെച്ചാൽ ഇവർ തന്നെ, തൊട്ടുമുന്നിൽ. പരിസ്ഥിതാഹ, അതായത് അണിനിരന്നിരിക്കുന്നു, എങ്ങോട്ട് നോക്കിയാലും അവർ തന്നെ. പിന്നെ സർവേ, അവരെല്ലാവരും, ഒരാളുപോലും കുറവില്ല. ഈ 3 വാക്കുകൾ ഒരുമിച്ചു വരുമ്പോൾ അർജുനന്റെ മുന്നിലുള്ള ആ യാഥാർത്ഥ്യത്തിന്റെ ഭാരം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാം. ഇനി നമുക്ക് അർജുനന്റെ ധാർമ്മികമായ നിലപാട് എന്താണെന്ന് നോക്കാം. ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നിനെക്കുറിച്ചാണ് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്. ഇതാണ് അർജുനന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ ലക്ഷ്മണരേഖ. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് തന്റെ കുടുംബത്തെ, തന്റെ ബന്ധുക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അത് അയാളുടെ കടമയാണ്. ആ കടമ ലംഘിക്കാൻ പാടില്ല. അടുത്തതായി വരുന്ന ആശയം മനസ്സിലാക്കാൻ ഈ വാക്ക് വളരെ പ്രധാനമാണ്. ഹാതവ്യാഹ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ത്യജിക്കേണ്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഇതിന്റെ മുന്നിൽ ഒരൊറ്റ അക്ഷരം ന, അതായത് അല്ല എന്ന് ചേർത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കണ്ടോ? അതൊരു വെറും ആശയത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ഒരു ധാർമ്മിക നിയമമായി മാറി. ന ഹാതവ്യാഹ, ഉപേക്ഷിക്കാൻ പാടില്ലാത്തത്. ഓക്കെ, ഇനി നമുക്ക് കാഴ്ചപ്പാടൊന്ന് മാറ്റിപ്പിടിക്കാം. താൻ ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് പറയുന്ന ആ വ്യക്തികളെ കുറിച്ച് അർജുനൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. അർജുനൻ തന്റെ ശത്രുക്കളെ നോക്കുമ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കാണുന്നത്. ഇതാണ് ആ ഞെട്ടിക്കുന്ന സത്യം. എതിർപക്ഷത്തുള്ളവർ വെറുതെ നിൽക്കുകയല്ല, അവർ മരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്, അതും വലിയ ആഗ്രഹത്തോടെ. അവരുടെ ആ സമർപ്പണത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രാണത്യാഗം, അതായത് ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. 2 ധനത്യാഗം, എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചു. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം, സമീഹയ, അതായത് ഇതെല്ലാം ചെയ്യുന്നത് വലിയ ആഗ്രഹത്തോടെയാണ്, അല്ലാതെ നിർബന്ധത്തിന് വഴങ്ങിയല്ല. അപ്പോ നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് അർജുനൻ ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കെണിയിൽ അകപ്പെടുന്നത് എന്ന് നോക്കാം. ഈ പട്ടിക ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വശത്ത് അർജുനൻ തന്റെ ആളുകൾക്ക് വേണ്ടി വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. മറുവശത്ത് അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുന്നു. അപ്പൊ അർജുനന് ജയിക്കണമെങ്കിൽ അവരെ കൊല്ലണം. അവരാണെങ്കിൽ തോൽക്കുന്നതിലും ഭേദം മരിക്കുകയാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ഇതൊരു സമ്പൂർണ്ണ കെണിയല്ലേ? ഇതാണ് ആ ധർമ്മസങ്കടത്തിന്റെ കാതൽ. ശത്രുക്കൾ ത്യജിക്കാൻ തയ്യാറായിരിക്കുന്നത് വസ്തുക്കളെയാണ്, അവരുടെ ജീവനും സമ്പത്തും. പക്ഷെ അർജുനന് ത്യജിക്കാൻ കഴിയാത്തത് വ്യക്തികളെയാണ്, തന്റെ കുടുംബത്തെ. അയാൾക്ക് മനുഷ്യരാണ് വസ്തുക്കളെക്കാൾ വലുത്. അപ്പൊ എന്തായി അർജുനന്റെ അവസ്ഥ? മുന്നോട്ടു പോയി യുദ്ധം ചെയ്യാനും വയ്യ, പേടിച്ചു പിന്മാറാനും കഴിയില്ല. ശരിക്കും പറഞ്ഞാല് അദ്ദേഹം ആ യുദ്ധക്കളത്തിൽ കുടുങ്ങിപ്പോയി. ഇനി നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ആയിരക്കണക്കിന് വർഷം മുൻപുള്ള ഈ പ്രതിസന്ധിക്ക് ഇന്നും എന്തു പ്രസക്തിയാണുള്ളത്? അർജുനന്റെ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ശത്രുക്കളായി മാത്രം കാണാതെ അവരെയും മനുഷ്യരായി കാണുക, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക. പിന്നെ നമ്മുടെ എതിരാളികൾക്കും അവരുടേതായ വിശ്വാസങ്ങളും ത്യാഗങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായി, ജീവിതത്തിൽ ചിലപ്പോൾ ശരി, തെറ്റ് എന്നിങ്ങനെ എളുപ്പമുള്ള ഉത്തരങ്ങൾ ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ ആ യുദ്ധകളത്തിൽ സംഭവിച്ചത് ഇതാണ്: വ്യക്തികളെ തിരിച്ചറിഞ്ഞു, അവരുടെ സമർപ്പണം മനസ്സിലാക്കി, അതോടെ ആ ദുരന്തം പൂർണ്ണമായി. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതെ, ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്.
നിങ്ങൾ എതിർക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളിനു മുന്നിൽ വന്ന് നിന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.